അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ താളമില്ലായ്മയാണ് എന്ന് പലരും വിചാരിക്കാറുണ്ട്. ഫസ്റ്റ് ഇംപ്രഷനിൽ കാണുമ്പോഴേ അങ്ങനെ തോന്നാറുള്ളൂ. പക്ഷെ അതൊരു തെറ്റായ കാര്യമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നന്നായിട്ട് തന്നെ അറിയാം. അവർക്ക് തിരിച്ചറിവും നിസ്സംഗതയും ചിലപ്പോൾ കഠിനതയും എല്ലാം ഉള്ളവർ തന്നെയാണ്. ജൂലൈ മാസത്ത് ഇൻട്രോസെപ്ഷൻ, കോൺഫ്രണ്ടേഷൻ എല്ലാം ഒരേ സമയത്തായിരിക്കും നടക്കുന്നുണ്ടാവുക. ജൂലൈ മാസക്കാർക്ക് 1 മുതൽ 7 വരെ സ്ട്രെസ് കൂടുതലായിരിക്കും. പുറമേയൊക്കെ കാമായിരിക്കും, പക്ഷെ ഉള്ളിൽ നല്ല സ്ട്രെസ് എന്തായാലും നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾക്ക് വർക്ക് ലോഡ് കൂടും എന്തായാലും. ജൂലൈ 8 മുതൽ 14 വരെ റിസർച്ച്, ഇൻവെസ്റ്റിഗേഷൻ, ലോ ഫീൽഡ് ഉള്ളവർക്കെല്ലാം നല്ല ഒരു കാലമാണ്. അതായത് ജൂലൈയിൽ ഒരു 2ാമത്തെ ആഴ്ച ഒരു ജോബ് ചേഞ്ച്, ജോബ് പെട്ടെന്ന് നഷ്ടമാവല്, സഡനുള്ള ഡിസിഷൻ, ട്രാൻസാക്ഷൻ ഇതെല്ലാം നടക്കാൻ സാധ്യതയും വളരെ കൂടുതലാണ്. ജൂലൈ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനു മുമ്പുള്ള വല്ല എഗ്രിമെൻ്റൊക്കെ വല്ല ബിസിനസ്സിൻ്റെ എഗ്രിമെൻ്റ് ആവാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾക്ക് കൂടുതലും ക്ലോസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 3 മുതൽ 9 നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. വീട്ടിലെ ഇലക്ട്രോണിക് വസ്തുക്കൾ, ഫ്രോഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇതെല്ലാം ചിലപ്പോൾ കേടുവരാൻ സാധ്യതയുണ്ട്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാൻ എന്തായാലും സാധ്യതയുണ്ട്. വരാനുള്ള പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എന്തായാലും ഡിലേ ഉണ്ടാവും. പക്ഷെ അതിനു വേണ്ടി സ്ട്രെസ് ആവരുത്. കിട്ടും, കിട്ടില്ല എന്ന് വിചാരിക്കരുത്. പക്ഷെ ഡിലേ ആവും എന്ന് മാത്രം. ഒരു സ്പിരിച്വലായിട്ട് റിച്വലായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ ജൂലൈ അവസാന മാസത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ജേണിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരും. ജൂലൈയിൽ മുൻ കാമുകനോ കാമുകിയായിട്ട് ഒരു ബന്ധം വന്നാൽ അത് സംസാരിക്കുന്നത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ബൗണ്ടറി അല്ല, പഴയ കാമുകനോ കാമുകിയോ വന്നാൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അച്ഛനോടോ അല്ലെങ്കിൽ മൂത്ത സഹോദരനോ സഹോദരിയോടോ നിങ്ങൾ ഫിലോസഫി പറഞ്ഞിട്ട് അടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫാമിലി ഇമോഷണൽ ബോണ്ടിങ് അതിൽ ചിലപ്പോൾ തകരാനും സാധ്യതയുണ്ട്. ഒരു വിള്ളൽ വരും. എന്തായാലും പാർട്ട്ണറായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക. അത് വേണിച്ചാൽ വേദനാജനകമായിരിക്കാം, പക്ഷെ അതൊരു ഹീലിംഗ് ആണ്. രാത്രി ഉറക്കമില്ലായ്മ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും. ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ ശാന്തമായിട്ടുള്ള സംഗീതം കേട്ടിട്ട് മാത്രം കിടക്കുക. കിടന്നും കൊണ്ട് പാട്ട് കേൾക്കുക. പക്ഷെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. എന്നിട്ടും ശരിയായില്ലെങ്കിൽ രാത്രി മഴ പെയ്യുന്നുണ്ടെങ്കിൽ മഴവെള്ളത്തിൽ നിങ്ങളുടെ കാല് വയ്ക്കുക. അതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണെന്ന രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്. ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ്. സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട്. ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട്. ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്.